Hello aspirants, welcome to Visham IAS Academy. Indian Yearbook 2020. അതിൻ്റെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. തേർഡ് ചാപ്റ്റർ പൊളിറ്റിയാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇന്ത്യ, എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, ഈസ് എ സോവറിൻ, സോഷ്യൽ, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് വിത്ത് എ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. അപ്പോൾ കുറേ സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും ചേർന്നാണ് ഇന്ത്യ. സോ ഈ ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് വിത്ത് എ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. Next, the republic is governed in terms of the constitution which was adopted by Constituent Assembly on November 26, 1949 and came into force on January 26, 1950. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡാപ്റ്റഡ് ചെയ്തിട്ടുള്ളത് നവംബർ 26, 1949 അത് ഫോഴ്സിൽ വന്നത് ജാനുവരി 26, 1950. അതുപോലെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് എൻവിസേജസ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഈസ് ഫെഡറൽ ഇൻ സ്ട്രക്ചർ വിത്ത് യൂണിറ്ററി ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മുടെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്നുള്ളത് ഫെഡറൽ ഇൻ സ്ട്രക്ചർ വിത്ത് യൂണിറ്ററി ഫീച്ചേഴ്സ് ആണെന്നത് ഓർത്ത് വയ്ക്കണം. And President of India is the constitutional head of the executive of the Union. And Article 74(1) of the Constitution provides that there shall be a council of ministers with the Prime Minister as its head to aid. അപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റ് ഹു ഷോൾ ഇൻ എക്സൈസ് of his functions act in accordance with such advice. Okay, the real executive power thus vests in the Council of Ministers with the Prime Minister as its head. And next point important ആണ് that the Council of Ministers is collectively responsible to the House of People. House of People means Lok Sabha. ഇത് MCQസിലെ ലൈൻസ് വന്നിട്ട് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൽ എബവ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ റോങ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം ലൈൻ. The Council of Ministers is collectively responsible to the House of the People, that is Lok Sabha. Similarly, in states, ഇതിപ്പോൾ പറഞ്ഞത് കൺട്രി വൈസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്സിലാണെങ്കിൽ ഗവർണറാണ് ഹെഡ് ഓഫ് ദി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ബട്ട് ഇറ്റ് ഈസ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വിത്ത് ദ ചീഫ് മിനിസ്റ്റർ ആസ് ഇറ്റ്സ് ഹെഡ് ഇൻ ഹൂം റിയൽ എക്സിക്യൂട്ടീവ് പവർ വെസ്റ്റ്. അപ്പോൾ അവിടെ റിയൽ എക്സിക്യൂട്ടീവ് പവർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൈം മിനിസ്റ്ററാണ് ഹെഡ്. ഇവിടെ Council of Ministers with Chief Minister as its head. Okay, the Council of Ministers of a state is collectively responsible to the Legislative Assembly of the state. അവിടെ collectively responsible to the House of the People. Here it is collectively responsible to the Legislative Assembly of the state. Next, the Constitution distributes legislative power between Parliament and state legislators and provides for vesting of residual powers in Parliament. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലെജിസ്ലേറ്റീവ് പവർ പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സിൻ്റെ ദ പവർ ഈസ് ബിറ്റ്വീൻ ദം. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് ഫോർ വെസ്റ്റിംഗ് ഓഫ് റെസിഡ്യുവൽ പവേഴ്സ് ഇൻ പാർലമെൻറ്റ്. Next, the power to amend the constitution also vests in parliament. അപ്പോൾ amend means ചേഞ്ച് ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും പാർലമെൻറ്റിലാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. The constitution has provision for independence of judiciary, comptroller and auditor general, that is CAG, PSC, Public Service Commissions, Chief Election Commission, India. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് പ്രൊവിഷൻ. ഈ എല്ലാ കാര്യത്തിലും കോൺസ്റ്റിറ്റ്യൂഷന് പ്രൊവിഷൻ ഉണ്ട്.
Next, Union and its territories. India comprises 20 states and 9 union territories. ആൻഡ് അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, സോ അത് റിപ്പീറ്റ് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറീസിൽ ചേഞ്ച് ചെയ്തത് കാരണം അത് മാത്രം ഒന്ന് പറയാം. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ചണ്ഡീഗഡ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു, ജമ്മു ആൻഡ് കാശ്മീർ, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി, ലഡാക്ക്, ലക്ഷദ്വീപ് ആൻഡ് പുതുച്ചേരി. അപ്പോൾ നേരത്തെ 29 സ്റ്റേറ്റ്സ്, അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. 7 യൂണിയൻ ടെറിട്ടറീസ് ആയിരുന്നു. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും സെപ്പറേറ്റ് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് ആഡ് ചെയ്ത കാരണം 9 യൂണിയൻ ടെറിട്ടറീസ് ആയി, 28 സ്റ്റേറ്റ്സ് ആയി. നെക്സ്റ്റ്, the Jammu and Kashmir Reorganization Act 2019 was enacted to provide for reorganization of the erstwhile state of Jammu and Kashmir into 2 union territories, one to be eponymously called Jammu and Kashmir and other Ladakh. As I stated later before, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ആൻഡ് October 31st, 2019 was notified as the appointed day for all purpose of the act. അതുപോലെ ഇതൊക്കെ കറണ്ട് അഫയേഴ്സും റിലേറ്റഡ് ആണ്, അത് കാരണം ഈ പോയിൻറ്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ബിൽ ഫോർ ദ ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ രാജ്യസഭ on 5th August 2019 and was passed on that day. അപ്പോൾ ഡേറ്റ് ഓർത്ത് വയ്ക്കുക. ഈ ബില്ല് രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 5th August 2019 ആ ദിവസം തന്നെ അത് പാസ് ചെയ്തു. ആൻഡ് ഓൺ ദ നെക്സ്റ്റ് ഡേ ഇറ്റ് വാസ് പാസ്ഡ് ബൈ ദ ലോക്സഭ. ഈ ബില്ല് എങ്ങനെയൊക്കെയാണ് പാസ് ചെയ്യുന്നത് എന്നുള്ളത് പൊളിറ്റി എടുക്കുമ്പോൾ മെൻഷൻ ചെയ്യാം. 2 ഹൗസസിലും അത് പ്രസൻറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ഫൈനലി പ്രസിഡൻറ്റ് അപ്രൂവൽ വേണം. ഇറ്റ് റിസീവ്ഡ് ദ പ്രസിഡൻറ്റ്സ് അസെൻറ്റ് ഓൺ 9th August 2019. Okay, the introduction of bill was preceded by a presidential order under Article 370 of the Indian Constitution that revoked Jammu and Kashmir's special status. അപ്പോൾ സ്പെഷ്യൽ സ്റ്റാറ്റസ് ജമ്മു ആൻഡ് കാശ്മീരിലുള്ളത് ഈ ആർട്ടിക്കിൾ 370 ആണ്, അത് റിവോക്ക് ചെയ്യപ്പെട്ടു. ആൻഡ് മാൻഡേറ്റിംഗ് ഇന്റർ അലിയ ദാറ്റ് ഓൾ ദ പ്രൊവിഷൻസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വുഡ് ബി അപ്ലിക്കബിൾ ടു ജമ്മു ആൻഡ് കാശ്മീർ. അപ്പം മറ്റ് സ്റ്റേറ്റിലൊക്കെ ഉള്ള അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് സ്പെഷ്യൽ സ്റ്റാറ്റസ് ഒന്നും ഇല്ലാതെ നോർമൽ പ്രൊവിഷൻസ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ടാവും. And accordingly, the state legislature, including legislative council of the state, has been abolished and shall from now onwards be constituted as legislative assembly of the union territory of Jammu and Kashmir എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇൻക്ലൂഡിംഗ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ് എന്നായിരുന്നു. And all the provisions of the constitution as amended from time to time have become applicable to the existing Jammu and Kashmir with effect from August 5, 2019. ഈ പാരഗ്രാഫ് ജസ്റ്റ് റീഡ് ചെയ്യുന്ന കാര്യമുള്ളൂ. ആൻഡ് any notification issued or order, rule or appointment made during the period between August 5th, 2019 and October 31st are required to be protected as if such actions have been taken in accordance with the law. There are references in the state laws that have been applied to the expressions permanent residents or hereditary state subjects are now omitted. Next, Shri Girish Chandra Murmu is the first ever Lieutenant Governor of Jammu and Kashmir. This is very important, that first ever Lieutenant Governor of Jammu and Kashmir എന്ന് പറയുന്നത് ശ്രീ ഗിരീഷ് ചന്ദ്ര മുർമു. ആൻഡ്
Sri Radhakrishna Mathur is the new Lieutenant Governor of Ladakh. അപ്പോൾ ഈ രണ്ട് നെയിമും ഓർത്ത് വയ്ക്കണം. നെക്സ്റ്റ് ഈസ് സിറ്റിസൺഷിപ്പ്. ലെറ്റ് മീ സീ ഹൗ മച്ച് ഇസ് ദെയർ. ഈ സിറ്റിസൺഷിപ്പും ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, DPSP ഇതൊക്കെ പൊളിറ്റി ടോപ്പിക്സാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ലെജിസ്ലേറ്റർ, ലോക്സഭ, അതിന് ക്വാളിഫിക്കേഷൻ, ഫങ്ഷൻസ്, പാർലമെൻ്ററി കമ്മിറ്റീസ്, ഇത് ഫുള്ളും. അതുപോലെ അവരുടെ CAGയുടെ ഡ്യൂട്ടീസ് എന്താണ്, അറ്റോർണി ജനറലിൻ്റെ ഡ്യൂട്ടീസ് എന്താണ്, സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഇതൊക്കെ പൊളിറ്റി റിലേറ്റഡ് ടോപ്പിക്സാണ്. നമ്മളിപ്പോൾ ഇന്ത്യൻ ഇയർ ബുക്ക് 2020 കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നോക്കുന്നത്. അത് കാരണം ആ പോർഷൻസൊക്കെ പൊളിറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, പക്ഷെ ഇത് നമുക്കിപ്പോൾ നോക്കാം. അതായത് ലിസ്റ്റ് ഓഫ് മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അഗ്രികൾച്ചർ മിനിസ്ട്രിയിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, അത് അപ്ഡേറ്റഡ് വേർഷനാണ്. സോ അത് നമുക്ക് നോക്കാം. ഇതുവരെയുള്ളത് ഈ ക്യാബിനറ്റ് മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഗവൺമെൻറ് എന്ന് വരെയുള്ളത് പൊളിറ്റി ജനറൽ ബേസിക് ഡീറ്റെയിൽസാണ്. അത് പൊളിറ്റി എടുക്കുമ്പോൾ നോക്കാവുന്നതേ ഉള്ളൂ. So that we can complete Indian yearbook as far as possible. Next, list of the ministries or departments. First one is Ministry of Agriculture and Farmers Welfare, Krishi Evam Kisan Kalyan Mantralaya. അതിൽ 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ആ മിനിസ്ട്രിയുടെ താഴെ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, കോർപ്പറേഷൻ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ, കൃഷി സഹകാരിത एवं किसान कल्याण विभाग. कृषि means agriculture, Sakharita means cooperation, Kisan Kalyan Vibhag means farmers welfare. Department of Agriculture, Research and Education, Krishi Anusandhan or Shiksha Vibhag. Department of Animal Husbandry, Dairying and Fisheries, Pashupalan, Dairy or Malsyapalan Vibhag. So these 3 comes under Ministry of Agriculture and Farmers Welfare. Next is Ministry of Ayurveda, Yoga and Naturopathy, Unani, Siddha, Homeopathy, that is Ayush full form. Next, Ayurveda, Yoga or Prakritik Chikitsa, Unani, Siddha or Homeopathy. ഇതാണ് ആയുഷിൻ്റെ ഫുൾ ഫോം. നെക്സ്റ്റ് ആയുഷ് മന്ത്രാലയ. So these consist Ministry of Ayurveda and Ministry of Chemicals and Fertilizers means Rasayan or Urvarak Mantralaya, that is Department of Chemicals and Petrochemicals, Rasayan or Petro Rasayan Vibhag. Department of Fertilizers, Urvarak Vibhag. Department of Pharmaceuticals, Aushad Vibhag. So this comes under Ministry of Chemicals and Fertilizers. Next, Ministry of Civil Aviation, Nagar Vimanan Mantralaya. Ministry of Coal, Koyala Mantralaya. Ministry of Commerce and Industry, Vanijya or Udyog Mantralaya, that is Department of Commerce, Vanijya Vibhag. Department of Promotion of Industry and Internal Trade, Udyog Samvardhan or Antharik Vyapar Vibhag. Ministry of Communications, Sanchar Mantralaya. Department of Telecommunications, Dur Sanchar Vibhag. Department of Post, Dak Vibhag. Ministry of Consumer Affairs, Food and Public Distributions, Ubhokta Mamle, Khadya or Sarvajanik Vitharan Mantralaya. That ministry consists of
Department of Consumer Affairs, Department of Food and Public Distribution. So the name of ministry itself says which are the department it includes. Next, ninth, Ministry of Corporate Affairs, Corporate Karya Mantralaya, Ministry of Culture, Sanskrit Mantralaya, Ministry of Defense, Raksha Mantralaya, Department of Defense, Department of Defense Production, Department of Defense Research Development, Department of Ex-Servicemen Welfare. Next, Ministry of Development of Northeastern Region, Uttar Purvi Kshetra Vikas Mantralaya, Ministry of Earth Science Prithvi Vigyan Mantralaya, Ministry of Electronics and Information Technology, Elektroniki और सूचना प्रौद्योगिकी मंत्रालय, Ministry of Environment, Forest and Climate Change, पर्यावरण वन और जलवायु परिवर्तन मंत्रालय, Ministry of External Affairs, Videsh Mantralaya, Ministry of Finance, Vitta Mantralaya, Department of Electronic Affairs, Expenditure, Revenue, Investment and Public Assessment, DIPAM, Department of Financial Services, Ministry of Fisheries, Animal Husbandry and Dairying, Ministry of Food Processing Units, Ministry of Health and Welfare, Family Welfare, that consists of Department of Health and Family Welfare and Health Research, Ministry of Heavy Industries and Public Enterprises, and Department of those Ministry of Home Affairs, that is Internal Security, States, Official Language, Home, Jammu and Kashmir and Ladakh Affairs, Border Management, Ministry of Housing and Urban Affairs, Ministry of Human Resource Development, consists of Department of School and Education and Literacy, Higher Education. അപ്പോൾ അത് മാറാൻ പാടില്ല. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷൻ ലിറ്ററസി വരുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിലാണ്. Ministry of Information and Broadcasting, Ministry of Jal Shakti, that is Department of Water Resources Development, Ganga Regeneration, Department of Drinking Water and Sanitation, Ministry of Labor and Employment, Ministry of Law and Justice, consists of Legal Affairs, Legislative Department and Justice, Ministry of Micro, Small and Medium Enterprises, Ministry of Mines, Minority Affairs, New and Renewable Energy, Ministry of Panchayat Raj, Parliamentary Affairs, Personal, Public Grievance and Pensions consist of Personnel and Training, Administrative Reforms and Public Grievances, Pensions and Pensioners' Welfare, Ministry of Petroleum and Natural Gas, Ministry of Planning, Power, Railways, Road Transport and Highways, Rural Development consists of rural development and land resources. Science and technology consists of science and technology, scientific and industrial research, biotechnology, shipping, skill development and entrepreneurship. Social justice and empowerment consists of SJE and empowerment of persons with disabilities, Ministry of Statistics and Program Implementation, Steel, Textiles, Tourism, Tribal Affairs, Women and Child Development, Youth Affairs and Sports. ഇനി ഇൻഡിപെൻഡൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, ഓൾസോ ഇൻഡിപെൻഡൻറ്റ് ഓഫീസ്, Cabinet Secretariat, President Secretariat, Prime Minister's Office, Niti Aayog. So 4 offices are independent and 2 departments are independent. Totally 58 departments are there, in which 2 are independent departments, 4 are independent office. So ഇത്രയാണിത്. Next further portions I will take it in next video. Thank you.